ചങ്ങനാശ്ശേരിയുടെ വലിയ ഇടയൻ മാർ ജോസഫ് പവത്തിൽ നിത്യസമ്മാനത്തിനായി യാത്രയായി. വാർദ്ധക്യ സഹജമായ അവശതകൾ മൂലം ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. സമകാലിക വിഷയങ്ങളിലും സഭയുടെ പ്രബോധനങ്ങളിലും ശക്തവും ധീരവുമായ നിലപാടുകൾ സ്വീകരിച്ച് ഭാരത കത്തോലിക്ക സഭയ്ക്ക് തന്നെ അഭിമാനമായി തീർന്ന വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു വലിയ ഇടയൻ മാർ ജോസഫ് പവത്തിൽ. കേരളത്തിന്റെ സാമൂഹ്യ ആത്മീയധാരയിൽ എന്നും വഴികാട്ടിയാണ് മാർ ജോസഫ് പവത്തിൽ. കേരളത്തിന്റെ ആത്മീയ ആചാര്യനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ മാർ ജോസഫ് പവത്തിലിന്റെ മരണം 92 വയസ്സിലായിരുന്നു. കുറുമ്പനാടൻ പവത്തിൽ ഉലഹന്നാൻ മേരി ദമ്പതികളുടെ മകനായി 1930 ഓഗസ്റ്റ് 14 മാർ ജോസഫ് പവത്തിൽ ജനിച്ചത്. 1962 ഒക്ടോബർ 3 പൗരോഹിത്യം സ്വീകരിച്ചു. 1972 ജനുവരി 29 ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായ മെത്രാനായി നിയമിതനായി. മാർപ്പാപ്പയിൽ നിന്ന് മെത്രാൻ പട്ടം സ്വീകരിക്കുന്ന സീറോ മലബാർ സഭയിൽ നിന്നുള്ള ആദ്യത്തെ മെത്രാനാണ് മാർ പവത്തിൽ. 1977 ഫെബ്രുവരി 26 കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പ്രഥമ മെത്രാനായി. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലിത്തയായി 1985 നവംബർ 5 നിയമിക്കപ്പെട്ടു. 2007 മാർച്ച് 19 വിരമിച്ചു. CBC KCBC അധ്യക്ഷൻ, ഇന്റർ ചർച്ച് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ ചെയർമാൻ എന്നീ നിലകളിൽ മാർ പവത്തിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ഹൗസിൽ വിശ്രമ ജീവിതം നയിക്കവെയാണ് അന്ത്യം. ഏതാനും നാളുകളായി പ്രായാധിക്യം മൂലമുള്ള അവശതകൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. വലിയ പിതാവിന് ഷെക്കേന ന്യൂസിന്റെ ആദരാഞ്ജലികൾ.